الحمد لله العزيز الجبار المتكبر، هو الرحمن الرحيم، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. حسبنا الله ونعم الوكيل، ونعم المولى ونعم النصير. لا حول ولا قوة إلا بالله. قال الله تعالى في القرآن الكريم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق، اقرأ وربك الأكرم. أيها الإخوان والأخوات، أوصيكم أولا اتقوا الله وعباد الله. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പുതിയൊരു അക്കാഡമിക് ഇയറിന്റെ തുടക്കത്തിൽ, പുതിയൊരു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലേക്ക്, പുതിയൊരു വിദ്യാഭ്യാസ വർഷത്തിന്റെ തുടക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുവോടുള്ള സ്തുതിയിൽ, അല്ലാഹുവോടുള്ള ശുക്രിലും ഹംദിലും വേണം തുടങ്ങാൻ. അല്ലാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഇന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ടപ്പോൾ എത്ര പേരാണ് അല്ലാഹുവോട് ദുആ ചെയ്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലെങ്കിൽ ബിസ്മില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ പേരിൽ ഉച്ചരിച്ച് പുറപ്പെട്ടാൽ നിങ്ങൾ ഫീ സബീലില്ലയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു വന്നവരാണ്. അതിന്റെ വഴിയിൽ എത്രയാ നമ്മൾ ന്യൂസുകളിൽ കേൾക്കുന്നത്, എത്ര ആളുകളാ മരണപ്പെടുന്നത്, സ്കൂൾ ബസ് മറിയുന്ന സംഭവങ്ങൾ അടക്കമുണ്ടാകുന്നു. യാത്രയിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ നമ്മൾ അഥവാ മരണപ്പെടുകയാണെങ്കിൽ പോലും അള്ളാഹിന്റെ മാർഗത്തിലുള്ള മരണമായി മാറാൻ വീട്ടിൽ നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അങ്ങനെ പുതിയ വിദ്യാഭ്യാസ വർഷം തുടങ്ങുമ്പോൾ പുതിയ അറിവ് നേടാനുള്ള ആഗ്രഹങ്ങളുമായി, അറിവ് നേടാനും അറിവ് ഉൾക്കൊള്ളാനുമുള്ള മനസ്സുമായി വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നല്ല പുതുവസ്ത്രം ധരിച്ചുകൊണ്ട്, പുതിയ യൂണിഫോം ധരിച്ചുകൊണ്ട്, പുതിയ ബാഗുമായിട്ട്, പുതിയ ബുക്സുമായിട്ട് പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയോടെ വേണം വരാൻ. പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവോടുള്ള ദുആ ഉണ്ടാകണം. ആ പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാവണം. എന്താണ് ദുആ? റബ്ബി സിദ്നി. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ.
അള്ളാഹുവോട് പ്രാർത്ഥനയോടെ തുടങ്ങുക. പടച്ച റബ്ബേ, ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, അറിവിന് ഉപകാരപ്പെടുന്ന അറിവാക്കി ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാ. ഇത്ര നല്ല സൗകര്യത്തിലുള്ള ക്യാമ്പസിൽ നമ്മൾ പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ 4.6 മില്യൺ ജനങ്ങൾ, മില്യൺ കുട്ടികൾ വിദ്യാഭ്യാസം പഠനം നിഷേധിക്കപ്പെട്ടവരുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ലോകത്ത് 272 മില്യൺ കുട്ടികൾ പഠിക്കാൻ അവസരം കിട്ടാതെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ, ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഏറ്റവും നല്ല സ്വസ്ഥമായ ബെഡിൽ കിടന്നുറങ്ങി AC ഇട്ട് ഫാനിട്ട് ഉറങ്ങിയിട്ട് എണീറ്റ് വന്നവരാണ് നമ്മളൊക്കെ. ആലോചിച്ചോക്കണം, ഇന്ത്യയിൽ രാത്രി 10 മണിക്ക് കട അടക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, ചെറിയ മക്കൾ, നമ്മുടെ 5ാം ക്ലാസ്സിലും 6ലും പഠിക്കുന്ന മക്കൾ, കട അടച്ചാൽ 11 മണിക്കോ 12 മണിക്കോ ഷോപ്പ് അടച്ചാൽ ഉറങ്ങാമായിരുന്നു. വീടില്ലാത്ത മക്കൾ. എത്ര നല്ല സൗകര്യത്തിലാണ്. വീട്ടിൽ രാവിലെ നമ്മൾ ബാത്റൂം, നമ്മളത് നിസ്സാരമാണ്, കാരണം നമുക്ക് കിട്ടി ശീലിച്ചത് കൊണ്ടാണ്. നമ്മൾ അങ്ങനെ വളർന്നത് കൊണ്ട് നമുക്കതിന്റെ കണ്ണില്ലാത്തവർക്ക് കണ്ണിന്റെ വില മനസ്സിലാവൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ബാത്റൂമിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. അതിന്റെ റിയാലിറ്റി, റിയൽ വേൾഡിലേക്ക് തെരുവിന്റെ മക്കളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെ പറ്റി അല്ലാഹുവോട് നിരന്തരം നമ്മൾ അറിയാതെ ശുക്ർ ചെയ്തു പോകും. കാരണം 10 മണിക്കോ 12 മണിക്കോ ഈ കട അടക്കണം, അല്ലെങ്കിൽ ഫ്ലൈ ഓവറിന്റെ ചോട്ടില്, പാലത്തിന്റെ ബ്രിഡ്ജിന്റെ ചോട്ടിലൊക്കെ കുട്ടികൾ ഉറങ്ങുന്നത്, കുടുംബത്തോട് ഉറങ്ങുന്നത്, അതും ഒരു പുതപ്പ് പോലും ഇല്ലാതെ നമ്മൾ സുന്ദരമായി ഉറങ്ങുമ്പോൾ. ഒരു കുട്ടി 2 കുട്ടിയല്ല, ലക്ഷക്കണക്കിന്. കൃത്യമായ പഠനങ്ങളുടെ അവസരത്തിൽ ഇത് ഉത്തരേന്ത്യയിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരന്തരം എപ്പോഴും നമ്മുടെ നാടുകളിലും പലപ്പോഴും അങ്ങനെയൊക്കെ നടക്കുന്നത്. ചോർന്നൊലിക്കുന്ന, നല്ല മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന വീടുകളുള്ള ആ ഒരു രീതിയിലുള്ള സൗകര്യങ്ങൾ. രാവിലെ ആലോചിച്ചപ്പോൾ ഒരു പുറമ്പോക്ക് ഭൂമിയിലേക്ക് ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ബാത്റൂം ഇല്ലാത്ത എത്രയോ ആളുകൾ, എത്രയോ കുട്ടികളുള്ള ലോകമാണ്. കുട്ടികളുടെ കാര്യം പറഞ്ഞത്, രാവിലെ സ്വന്തം വയറ് നിറക്കണമെങ്കിൽ, സ്വന്തം ഭക്ഷണം കഴിക്കണമെങ്കിൽ തെരുവുകളിലൂടെ, സ്ട്രീറ്റിലൂടെ നടന്നു പോയിട്ട് കിട്ടുന്ന കുപ്പിപ്പാത്രങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് ആക്രി കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം അവർക്ക് അന്നാന്നത്തെ ദിവസം വയറ് നിറക്കാൻ. ഇങ്ങനെയുള്ള കുട്ടികൾ ജീവിക്കുന്ന ഒരു രാജ്യത്തും ലോകത്തുമാണ്. ഒരു ഭാഗത്തേക്ക് നോക്കുക ഫലസ്തീൻ, മറ്റു ലോകത്തെ പല രാജ്യങ്ങളും യുദ്ധം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അത് വേറെ. അതൊക്കെ വെച്ചിട്ട് ആദ്യമായി ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക്, ഒരു അക്കാഡമിക് ഇയറിലേക്ക് തുടങ്ങുമ്പോൾ ചില നിയ്യത്തുകൾ നമുക്കുണ്ടാകണം. ഒന്നാമത്തെ നിയ്യത്ത് ശുക്രന്റെ നിയ്യത്താണ്. അള്ളാഹുവേ, നീ എനിക്ക് തന്ന സൗകര്യങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? നിങ്ങളെ ബാപ്പ അങ്ങോട്ട് ഇല്ലാതായാൽ, വീട്ടിൽ നിന്ന് ബാപ്പ മരണപ്പെട്ടാൽ ഒരു ന്യൂസ് വരുന്നു, ഒരു കോള് വരുന്നു, ഒറ്റ മെസ്സേജ് ഗൾഫിൽ നിന്ന് വരുന്നു, ആട് മരിച്ചു. ആലോചിച്ച് നോക്കിയിട്ട് അത് വെറുതെ ഒന്ന് ഡ്രീം ചെയ്ത് നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമോ? എല്ലാം നിന്നുപോയി. ഈ സ്കൂളിൽ അൽഹംദുലില്ലാഹ് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. മറ്റ് പല സ്കൂളിലും ഇറങ്ങി പോകണം, കാരണം അവിടെ ഫീസ് ഇല്ലെങ്കിൽ പഠനമില്ല. അപ്പോ നമ്മൾ അങ്ങനെ ഉപ്പയുടെ തണലിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉപ്പയുണ്ട്, ഉപ്പയില്ലാത്ത മക്കൾ. ഈ സ്ട്രീറ്റിലെ കുട്ടികളുടെ ചരിത്രത്തെ പരിശോധിച്ചാൽ ബാപ്പുണ്ട്, ഏതോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എവിടെയോ പ്രസവിച്ച ശേഷം പിന്നെ ബാപ്പനെ കണ്ടില്ല, പിതാവ് പോയി. മാതാവും ചെറുപ്പത്തിൽ തന്നെ കുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടു. പിന്നെ ഫ്രീയാ, കുട്ടി ഇങ്ങനെ നടക്കുകയാണ് തെരുവുകളിലൂടെ. ഒറ്റ ഡ്രസ്സാണ്, ഇട്ട ഡ്രസ്സ് ആഴ്ചകളോളം ആ ഡ്രസ്സ് തന്നെ ഇടുക, അത് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. ഭക്ഷണം കഴിക്കാൻ തന്നെ പണമില്ല. നമ്മൾ കഴിച്ച ഒരു റെസ്റ്റോറന്റിലും അവർ കയറിയിട്ടില്ല. നമ്മൾ കഴിച്ച ഒരു രുചികരമാണ്, നമുക്കുള്ള ഭക്ഷണത്തിന് രുചിയില്ലാതെ വേസ്റ്റ് ചെയ്യുമ്പോൾ വേസ്റ്റിൽ, ഹോട്ടലുകളുടെ പിന്നിൽ നിന്ന് വേസ്റ്റ് തിന്ന് ജീവിക്കുന്ന ഒരുപാട് പട്ടിണിക്കാരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ വർഷത്തിന്റെ, പുതിയ അറിവിന്റെ പടികൾ നമ്മൾ കയറുമ്പോൾ സ്കൂൾ കണ്ടിട്ടില്ല അവർ. ഇതുപോലെ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഇരിക്കാനോ അക്ഷരങ്ങൾ പോലും അവർ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള എത്രയോ മനുഷ്യന്മാർ ജീവിക്കുന്ന ലോകത്ത് അല്ലാഹ് തന്ന വലിയ നിഅമത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിൽ ശുക്ർ ചെയ്യുക എന്നതാണ് ഒന്നാമതായിട്ട്. കാരണം മാതാപിതാക്കളെ അവര് ജീവിച്ചിരിക്കുന്ന കാലം നമുക്ക് മനസ്സിലാവില്ല, അവര് മരണപ്പെട്ടാലേ നമുക്ക് അവരുടെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. മാതാപിതാക്കൾ ഉപ്പയില്ലാതെയാവണം. ഉപ്പയില്ലാതെ ജനിച്ച ശേഷം ഉപ്പാനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി കണ്ടിട്ടില്ല, ബാപ്പാനെ കണ്ടിട്ടില്ല. ഉമ്മ
ഉമ്മ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. പൂർണ്ണ യതീമായാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത്. അബൂ താലിബിലൂടെ, അബ്ദുൽ മുത്തലിബിലൂടെ അങ്ങനെ വളർന്ന് അവസാനം വിവാഹ ജീവിതത്തിൽ ആദ്യമായിട്ട് ഖദീജ ബീവി 25 വയസ്സിലാണ് നബിയുടെ കല്യാണം നടക്കുന്നത്. ആദ്യത്തെ കല്യാണം 25-ാം വയസ്സിന് ശേഷം 40 വയസ്സുള്ള ഖദീജ ബീവിയുമായിട്ടുള്ള വിവാഹം. പിന്നെ അങ്ങോട്ട് 15 വർഷങ്ങൾ ആ ഒരു ഫാമിലി ലൈഫിൽ, ആ 15 വർഷത്തിൽ 40-ാമത്തെ വയസ്സിൽ, അപ്പം ഖദീജ ബീവിക്ക് ന്യായമായിട്ടും 55 വയസ്സായിട്ടുണ്ടാവും. ആ പ്രായത്തിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദീജ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എല്ലാ ബിസിനസ് സംരംഭങ്ങളുടെ ഹെഡാണ് നബി. ഖദീജ ബീവി സമ്പന്നയായ സ്ത്രീയായിരുന്നു മക്കയിലെ. അപ്പോ ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, എനിക്കൊരു സമാധാനമാണ്. എനിക്ക് കണ്ടിട്ട് മടുപ്പ് വരുന്നു. ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ, ഇവിടെ നടക്കുന്ന വർണ്ണവിവേചനം, ഇവിടത്തെ നടക്കുന്ന സാമ്പത്തിക അസമത്വം, ഇതൊന്നും എനിക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. WWW വാർ, വൈൻ, വിമൺ, ഇത് 2-3 ഇത് കണ്ട് മനസ്സ് മടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാനൊന്ന് സ്വസ്ഥമായി, എനിക്കൊന്ന് കുറച്ചൊന്ന് മാറി നിൽക്കണം. ഞാൻ ആ ജബൽ നൂറിന്റെ മുകളിൽ ഉണ്ടാവും. ഖദീജ ഞാൻ പോകട്ടെ. ഞാൻ അങ്ങ് പോവാണ് ജബൽ നൂറിന്റെ ഹിറാ ഗുഹയിൽ. സാധാരണ നമ്മൾ റൂമിൽ കയറി കഴിഞ്ഞാൽ റൂമിൽ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മൾ വാതിലടിച്ച് കുറ്റിയിടുന്ന പോലെ ആ ഗുഹയിൽ ഒറ്റ എൻട്രൻസേ ഉള്ളൂ. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഹിറാ ഗുഹ കണ്ടിട്ടുണ്ടാവും. ഒറ്റ എൻട്രൻസ് ആണ്. അതിലൂടെ ഉള്ളോട്ട് കയറി ഇങ്ങനെ കുനിഞ്ഞു കയറണം. കയറി ഉള്ളിലെത്തിയാൽ അവിടെ പിന്നെ ഈ ഒരൊറ്റ എൻട്രൻസേ ഉള്ളൂ. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ വായിക്കുക നിന്റെ റബ്ബിന്റെ നാമത്തിൽ. ഇവിടെ ചില കുട്ടികൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ, മാത്സ് പഠിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. അല്ല, അങ്ങനെയൊക്കെയാണ്. മാത്സ് അത് ഇസ്ലാമിക് സബ്ജക്റ്റ് അല്ലല്ലോ. അല്ല, എല്ലാം പഠിക്കേണ്ടത് ബിസ്മില്ലയാണ്. മാത്സ് പഠിക്കുകയാണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിലും അറിവ് നേടൽ ഇസ്ലാമാണ്. അത് അറിവ് നേടുന്നിടത്ത് നമ്മൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങാന്നുള്ളതാണ്. അങ്ങനെ അറിവ് നേടിക്കൊണ്ട് ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വരണം. അതോടൊപ്പം അറിവിന്റെ മുഖ്യ ഉദ്ദേശം, ഒരു പർപ്പസ് ഉണ്ട്. അറിവിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയണം. എന്തിനാണ് ജീവിക്കുന്നത്? നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ ജീവിക്കുന്നതിന് കൃത്യമായ ഉത്തരം ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ. ഇതിൽ എഞ്ചിനീയർ ആവാനുള്ളവരുണ്ട്, ഡോക്ടർ ആവാനുള്ളവരുണ്ട്. ഈ സമൂഹത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ജോലി ചെയ്യാൻ അറിവ് നേടിയിട്ട് വലിയ ഉന്നതമായ അവസ്ഥയിൽ എത്തേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും. വീടുണ്ടാക്കണം, കാറ് വാങ്ങണം, ബിസിനസ് നടത്തണം, വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടറിയോ, മരിച്ചിട്ട് ICUവിൽ കിടക്കുന്ന ഡെഡ് ബോഡിനെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മെഡിക്കൽ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലും ഒക്കെ നടക്കുന്ന ചൂഷണങ്ങൾ ചെറുതൊന്നുമല്ല. അപ്പൊ അറിവ് നേടിയിട്ട് നമ്മൾ ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും നല്ല ഫ്രൂട്ട്സ് നൽകുന്ന, ഏറ്റവും നല്ല സർവീസ് നൽകുന്ന നല്ല മനുഷ്യരായി മാറുക എന്നതാണ് ഞാൻ നേടുന്ന അറിവിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവേ, അങ്ങനെ നാഫിയായ എനിക്കും എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവർക്കും അതിൻ്റെ സേവനങ്ങൾ ലഭിക്കുന്ന രീതിയിൽ അല്ലാഹുവേ ഞങ്ങളുടെ സ്വഭാവത്തെ പരിവർത്തിപ്പിക്കണേ. അല്ലാഹുവേ ഞങ്ങളെ ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الإخوان والأخوات، أوصيكم ثانيا تقوا الله وعباد الله. ഒരിക്കലൂടെ സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അറിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം കിടക്കുന്നത് അറിവുള്ളവർ അഹങ്കാരികളാകുന്നു. അറിവുള്ളവർ അഹങ്കാരിയാവുക, അറിവ് നേടിയിട്ട് ചൂഷണം നടത്തുക. ബാക്കി നല്ലൊരു എഞ്ചിനീയർ ആയാൽ എങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാം, ഒരു നല്ല ഡോക്ടർ ആയാൽ എങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാം എന്ന് അത് പഠനം നടത്തുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ആലോചിക്കണം. കൃത്യമായ പ്ലാൻ ഉണ്ടാവണം, ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ജീവിതത്തിൽ ഇന്ന ആളാകണം ഇൻഷാ അല്ലാഹ്
എന്നിട്ട് ചെയ്യാനുള്ള സേവനങ്ങൾ, ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് നല്ല സേവനം കൊടുക്കുന്ന നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിലൂടെ സൃഷ്ടാവായ റബ്ബിൻ്റെ ഇഷ്ടം നേടുക. എൻ്റെ സർവീസ്, എൻ്റെ സേവനങ്ങളിലൂടെ, ഞാൻ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങളിലൂടെ അള്ളാഹു എനിക്ക് എന്നെ ഇഷ്ടപ്പെടണമെന്ന നിയ്യത്താണ് എല്ലാത്തിൻ്റെയും പിന്നിൽ നമുക്കുണ്ടാവേണ്ടത്. പണ്ട് ചോദിച്ചിട്ടുണ്ട്, എല്ലാ കഥകൾക്കും, നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ എല്ലാ കഥകൾക്കും മുമ്പ് ആദ്യത്തെ കഥ നടക്കുന്നത് അങ്ങ് സ്വർഗത്തിലാണ്. ഈ ലോകത്തിലെ ഫസ്റ്റ് സ്റ്റോറി ഇൻ ദ വേൾഡ്, ഈ ലോകത്തിലെ ആദ്യത്തെ കഥ നടക്കുന്നത്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്, കഅബ ശരീഫ് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ലോകത്തെ എല്ലാ മനുഷ്യരും കടന്നു വരുന്നതിന് മുമ്പ്, ഈ ഭൂമി മാത്രം സൃഷ്ടിക്കുന്ന ആള് പറയുന്നുണ്ട്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അപ്പോൾ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ എന്തിനാണ്, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ എന്തിനാണ് ഭൂമിയിലേക്ക് വിടുന്നതെന്ന് മലക്കുകൾ അള്ളാഹുവോട് ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹ് പറയുന്ന മറുപടി ഉണ്ട്, നിങ്ങൾ അറിയാത്ത ഇൽമു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്ക് അറിവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഖിലാഫത്ത്, ഒരു പ്രാതിനിധ്യം അവർ ഭൂമിയിൽ ചെയ്യുമെന്ന് മലക്കുകളോട് അള്ളാഹു അങ്ങോട്ട് പറയുന്നൊരു, അത് ഭൂമി ഉണ്ടാക്കിയ ശേഷമാണ് ഭൂമിയിലേക്ക് എന്ന് പറയുന്നത് പ്രതിനിധിയായി. ആ പ്രാതിനിധ്യം, അള്ളാഹുവിന്റെ പ്രാതിനിധ്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെയും ദൗത്യം. അതിനുവേണ്ടി നമ്മൾ പരമാവധി ഏറ്റവും ഒരു നല്ല മനുഷ്യനാവും. അതാണ് നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും, ഇതെല്ലാം ഒരു നല്ല സ്വഭാവം. നമ്മൾ കാരണം ഒരാളുടെ മനസ്സ് വേദനിക്കരുത്, നമ്മളുടെ ഒരു പെരുമാറ്റം കാരണം മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത്. അതല്ലേ വിശ്വാസത്തിന്റെ 70 ശാഖകളുണ്ടെങ്കിൽ 70ാമത്തെ ശാഖ റോഡിൽ നിന്ന് ബ്ലോക്ക്. വണ്ടി ഓടിക്കുന്ന ആള് വാഹനം മാറ്റി കൊടുക്കുന്നത് വരെ വിശ്വാസപരമായ ബാധ്യതയായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെടുമ്പോൾ ആ അർത്ഥത്തിൽ അറിവ് നേടിക്കൊണ്ട് ഈ സമൂഹത്തിന് ശജറത്തുൻ ത്വയ്യിബ എന്ന് ഖുർആൻ പറഞ്ഞ പോലെ നല്ല മരം, നമ്മുടെ ക്യാമ്പസിലുള്ള മരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില മാവിലെ പഴങ്ങൾ, മാവിലെ ചില മാങ്ങകൾ നല്ല രസമുണ്ട്, ചിലത് വലിയ രസമൊന്നുമില്ല, സമൂഹത്തിന് കൊടുക്കുന്നത് വലിയ രസകരമായ മാമ്പഴമൊന്നുമല്ല. അതുപോലെ നമ്മൾ നല്ല ഫ്രൂട്ട്സ്, നല്ല പഴങ്ങൾ ഈ സൊസൈറ്റിക്ക് സമ്മാനിക്കാൻ പറ്റുന്ന, എന്നാൽ ചില പേട് മരങ്ങളുണ്ട്, ചിലത് മുറിച്ച് മാറ്റപ്പെട്ട അവസ്ഥയിലുണ്ട്, സമൂഹത്തിന് യാതൊരു ഗുണവുമില്ലാത്ത ആളുകളായിട്ട് മാറുന്നവരുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്, ഈ സൽസ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് ആദ്യം തരേണ്ടത് വീട്ടിൽ നിന്നാണ്, ഉമ്മയാണ് തരേണ്ടത്. ഉമ്മ അല്ലെ, മാതാവിന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം. ഈ ഒരു വിദ്യാഭ്യാസമാണ് മോറൽ എഡ്യൂക്കേഷൻ. മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, സുഹൃത്തുക്കളോട്, അവരോടൊക്കെ ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറുന്നത്. അള്ളാഹുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹ് ഞങ്ങളെ ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും ചെയ്യണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കി തരണേ അള്ളാഹ്. ഏറ്റവും നല്ല സൽസ്വഭാവികളാക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം തൊട്ടേ അള്ളാഹുവേ, നീ അല്ലാത്ത വ്യക്തിയുടെയോ ശക്തിയുടെയോ മുമ്പിൽ കൈനീട്ടിയിട്ടില്ല, മരിക്കുന്നത് വരെ കൈനീട്ടുകയുമില്ല. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാഹ്, ഈമാനുള്ളവരാക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കളെ, അള്ളാഹുവേ, പൊന്നുപ്പ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്ന ഉപ്പ, പലപ്പോഴും ഉമ്മ പ്രയാസം പറയുമെങ്കിലും ഉപ്പ പല പ്രയാസങ്ങളും പറയാതെ നെഞ്ചിൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ഉപ്പാക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്, ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ അല്ലാഹ്. പൊന്നുമ്മ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാ സർവീസ് മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതിന് അല്ലാഹുവേ, നീ നാളെ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരാരെയും രോഗികളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, യാതൊരു തരത്തിലുള്ള വർഗീയതയുമില്ലാതെ ഏറ്റവും നല്ല സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ, നന്മ നിറഞ്ഞൊരു നാടായി ഈ നാടിന് നീ മാറ്റണേ അല്ലാഹ്. നന്നായിട്ട് പഠിക്കാനും അറിവ് നേടാനും ആ അറിവ് സമൂഹത്തിൽ പ്രയോജനപ്പെടുത്താനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാഹ്. രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്, മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ സേവനങ്ങൾ നല്ല രീതിയിൽ സൊസൈറ്റിക്ക്, സമൂഹത്തിലേക്ക് നല്ല സേവനങ്ങൾ ചെയ്യുന്നവരാക്കണേ അല്ലാഹ്. വാക്ക് കൊണ്ട് പറഞ്ഞത് ആർക്കെങ്കിലും വേദനിച്ചെങ്കിൽ അല്ലാഹുവേ, നല്ല വാക്ക്
സംസാരിക്കുന്നവരാക്കണേ അല്ലാ, നല്ല വാക്ക് സംസാരിക്കുന്ന ആക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ അമലുകൾ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا تقبل منا يا رب العالمين. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.